ഒരു പൊളിറ്റിക്കൽ ചോദ്യത്തിലേക്ക് വന്നാലേ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന വാഗ്ദാനങ്ങളൊന്നും അതുപോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാ? ഇവിടെ പലവട്ടം ചർച്ച നടത്തിയിട്ട് അതൊന്നും ഫലവത്താവുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം അവിടെ അരമനകൾ കയറിയിട്ട് അവിടുത്തെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. തൃശൂർ കോർപ്പറേഷനെ കുറിച്ചും മറ്റേ നിയമസഭയെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മൊയലിനൊപ്പവും വേട്ടയാടാൻ പോകുന്ന നായക്കൊപ്പമാണ് ഇവർ ഉള്ളത്. രണ്ടു പക്ഷത്ത് നിൽക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തിന്റെ ഛത്തീസ്ഗഡിലെ സഹപ്രവർത്തകരുടെ സമീപനവും നിലപാടും എന്താണെന്ന് അദ്ദേഹത്തോട് കേരള സമൂഹം ചോദിക്കണം. അതായത് ഇവിടെയുള്ള BJP നേതൃത്വവും സംഘ്പരിവാർ നേതൃത്വവും അവലംബിക്കുന്ന സമീപനം എന്താണെന്ന് അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അല്ലാതെ കേരളത്തിലെ BJP എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പാർട്ടിയോ അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടിയല്ല, ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടിയുടെ ഛത്തീസ്ഗഡ് ഘടകം, ആ സംഘ്പരിവാറിന്റെ വിവിധ സംഘടനകൾ, അവരുടെ സമീപനം, എന്തിനേറെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ഇന്നലെ ഈ കേസ് ബിലാസ്പൂർ കോടതിയിൽ വന്നപ്പോൾ ഒബ്ജക്ട് ചെയ്യരുത്. അത് അവർ നൽകിയ വാഗ്ദാനം പോലും പാലിച്ചില്ല. അത് കഴിഞ്ഞ് ഇനി ഇവർക്ക് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് അവകാശവാദം ഉന്നയിക്കാനാണ്? യഥാർത്ഥത്തിൽ കുറ്റബോധത്തോടു കൂടിയിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും. എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെ നിന്ന് ഇവരെ വേട്ടയാടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷെ അതിനുള്ള ഉളുപ്പൊന്നും ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല.